ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ നമ്മൾ അലീനയെ ഓടിക്കാൻ വേണ്ടി പോയ വല്യപ്പച്ചൻ ഏകദേശം അലീനയുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും സ്റ്റാലിൻ ജോസഫിനും അടുത്ത് നിന്നിട്ട് നമ്മൾ വലിയപ്പച്ചൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് തുരത്തിക്കണം, കാരണം അവൾ ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങളെ ആവുള്ളൂ. അപ്പോഴൊക്കെ സ്റ്റാലിൻ ജോസഫ് അതൊന്നും ശരിയാവില്ല, അവൾക്ക് നീതി കിട്ടണം, കാരണം അവൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതാണ്. അവൾക്ക് സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടണം. 23 വർഷങ്ങൾക്ക് മുൻപ് അവൾ അനാഥയായിട്ടാണ് ജീവിച്ചത്. പക്ഷേ ഇനി അങ്ങനെ പാടില്ല. അതുകൊണ്ട് അവളെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊന്നും ശരിയാവില്ല, നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എൽസമ്മയും മക്കളെയൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവരുടെ അവസ്ഥ? അത് ഈ കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളല്ലേ ആവുള്ളൂ. അപമാനവും വയ്യാവേലിയൊക്കെ കൂടി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരാളെ കണ്ടെത്തി അവളെ കല്യാണം കഴിപ്പിച്ച് വിടണം. അല്ലാതെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, അവളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കണം എന്നാണ്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് കല്യാണം കഴിക്കണമല്ലോ, ആ ഒരു പ്രായമൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പം അതാണ് പറഞ്ഞത്. എന്തായാലും അവൾ നല്ലപോലെ ജീവിച്ച് കാണണം എന്നല്ലേ നിന്റെ ആഗ്രഹം, അത് അതുപോലെ തന്നെ ആവട്ടെ എന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴും സ്റ്റാലിൻ ജോസഫിന് ഒരു വിശ്വാസമുണ്ട്, അലീനയെ നേരിട്ട് കാണുമ്പോൾ വല്യപ്പച്ചന്റെ ഈ തീരുമാനമൊക്കെ മാറിക്കോളുന്ന്. അത് സ്റ്റാലിൻ പറയുന്നുണ്ട്. അവളെ നിങ്ങൾ നേരിട്ട് കണ്ട ഈ തീരുമാനമൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുന്നു. ഒരിക്കലും ഇല്ല, ഞാൻ അതിനല്ല ഇങ്ങോട്ട് വന്നതെന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, അച്ഛനൊരു ഗ്ലാസ് കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് മദ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതല്ല വേണ്ടത്, എന്തായാലും നമുക്ക് അലീനയെ പോയി കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിൻ ജോസഫും വല്യപ്പച്ചനും കൂടി അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റൂമിന്റെ കഥവ് ഇങ്ങനെ സ്റ്റാലിൻ ജോസഫ് മുട്ടുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതല്ലേന്ന്, ഇത് തന്നെ നീ അവൾക്ക് കൊടുത്തല്ലേന്ന്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണല്ലോ ഞാൻ അവൾക്ക് കൊടുക്കേണ്ടതെന്ന്. അട്ടയെ കിടത്തി മെത്തയിൽ വെച്ചാൽ കിടക്കില്ലടാന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വാതിൽ മുട്ടിയിട്ടൊന്നും അവൾ തുറക്കുന്നില്ല. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ കിടന്നുറങ്ങി കാണും, അതല്ലേ ശീലം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നെയും മുട്ടുന്നുണ്ട്, അപ്പോഴും വാതിൽ തുറക്കുന്നില്ല. പിന്നെ സ്റ്റാലിൻ ജോസഫ് ഒന്ന് ഡോറിന്റെ ലോക്ക് ഒന്ന് തുറക്കുമ്പോൾ റൂമിലൊന്നും അവളെ കാണില്ല കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ അടങ്ങി ഒതുങ്ങി നിൽക്കാത്ത കുട്ടിയാണെന്ന്, അതുകൊണ്ടാണല്ലോ റൂമിൽ കാണാത്തതെന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അലീനയെ റൂമിൽ കാണാത്ത ദേഷ്യത്തിൽ സ്റ്റാലിൻ ആൻ്റപ്പാന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് വല്യപ്പച്ചൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. നിനക്കൊരു മയത്തിലൊക്കെ വിളിച്ചുവിടടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, ആൻ്റപ്പ ചേട്ടൻ ഇവിടെ ഇല്ല, ബൈജു ചേട്ടൻ്റെ കൂടെ പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൗലോസ് ചേട്ടൻ്റെ കൂടെ നിൽക്കുമായിരുന്നു, എനിക്ക് അവിടുത്തെ അടുക്കളപ്പണിയൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അറിയാത്തതൊക്കെ കണ്ടുപഠിക്കുന്നത് നല്ലതല്ല പപ്പാന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ അലീനയെ കണ്ടതോട് കൂടിയിട്ട് വല്യപ്പച്ചൻ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അയാളുടെ മനസ്സിലുള്ള അലീന ഇങ്ങനെയൊന്നും ഇത്ര സുന്ദരിയും അതുപോലെ തന്നെ ഇത്രയും പക്വതയുള്ള ഒരു നോട്ടവും ഭാവവും സ്വഭാവവും ഒന്നും ഉള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയെ ഫസ്റ്റ് കണ്ട പാട് തന്നെ വല്യപ്പച്ചനെ ഏതായാലും ഷോക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് വല്യപ്പച്ചനെ സ്റ്റാലിൻ ജോസഫ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ ആളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതാണ് എൻ്റെ പപ്പ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വല്യപ്പച്ചന് നമ്മൾ അലീനയെ ഭയങ്കര ഇഷ്ടമായി. ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു പറഞ്ഞിട്ട് സ്റ്റാലിൻ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അലീനയുടെ സ്വഭാവം കുറച്ചും കൂടി വല്യപ്പച്ചൻ മനസ്സിലാക്കട്ടെ, എന്നിട്ട് വേണം വല്യപ്പച്ചന്റെ തീരുമാനം ഒന്ന് സ്വയം മാറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാലിൻ അവിടുന്ന് മാറി കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ ഭയങ്കര സംസാരമായി. പിന്നെ അവളെ കണ്ട പാട് തന്നെ പറയുന്നുണ്ട്, നീ എൻ്റെ ചിന്നമ്മയുടെ പോലെയുണ്ടെന്ന്. കാരണം ചിന്നമ്മ നമ്മുടെ സ്റ്റാലിൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മയെ പോലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഇഷ്ടമൊക്കെ നമ്മൾ വല്യപ്പച്ചന് ഈ അലീനയുടെ അടുത്ത് തോന്നിയിട്ടുള്ളത്. ആ ചിരിയും ആ നോട്ടവും ആ ഭാവവും ഒക്കെ നിനക്കുണ്ട്, നീ എൻ്റെ സ്റ്റാലിൻ്റെ മോൻ തന്നെ, അതായത് സ്റ്റാലിനെ വിളിക്കുന്നത് ലാലിച്ചെന്നാണ്, നീ എൻ്റെ ലാലിച്ചൻ്റെ മോൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് പപ്പയെ ലാലിച്ചെന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് ചിന്നമ്മ ഇട്ട പേരാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്കും ഒരു അത്ഭുതം, കാരണം ഇത്രയും ഗൗരവമുള്ള ഒരാൾക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു ഓമനപ്പേര് പോലും വിളിക്കുന്ന പേര് ചേരുന്നില്ല എന്നാണ് അവൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നൊക്കെ. അപ്പോൾ അത് എൻ്റെ ഭാര്യ ഇട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നല്ല കൂട്ടായി ഭയങ്കര സംസാരമായി. എന്നാൽ ഞാൻ കുടിക്കാൻ തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളെ വക ഒരു ചായ വേണം എന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിൽ അപ്പോൾ പൗലോസ് ചേട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയത്ത് ചായ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. അന്നേരം അവൾ ഇട്ടോളാന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പൗലോസ് ചേട്ടനാണെങ്കിൽ ധിക്കരിക്കുന്നുണ്ട്. എൻ്റെ അടുക്കളയിൽ ഞാനല്ലാതെ വേറൊരാൾ പണി ചെയ്യുന്നത് എനിക്കിഷ്ടമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വലിയ അധികാരം കാണിക്കുമ്പോൾ വല്യപ്പച്ചൻ ചൂടാവുന്നുണ്ട് കേട്ടോ. ഇത് നിന്റെ മുതലാളിയുടെ മകളാണ്, അവൾക്ക് ഇവിടെ ഒരു ചായ ഇട്ട് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് ചേട്ടൻ എന്തായാലും ഞെട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ അലീനയെ കാണാൻ വേണ്ടിയിട്ട് കയറിപ്പോയ ആളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ ആട്ടി ഓടിക്കണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ നേരെ വന്നേക്കുന്നു അലീനയുടെ ഭാഗം പിടിച്ചിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ വല്യപ്പച്ചൻ അവളുടെ ഭാഗം നിന്ന കാര്യം നമ്മളെ പൗലോസ് ചേട്ടൻ പാവം അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും വല്യപ്പച്ചൻ അവളുടെ സൈഡായ സ്ഥിതിക്ക് എന്തായാലും ഇനി അധികാരം കാണിക്കുന്നത് നന്നല്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, ഓ ചായ ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അലീന വല്യപ്പച്ചന് ചായ ഇടാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് പൗലോസ് ചേട്ടനെ വീണ്ടും ചീത്ത വിളിക്കുന്നുണ്ട് വല്യപ്പച്ചൻ. അവൾക്ക് ചായ ഇടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവൾ പറയുന്നുണ്ട്, വേണ്ട ഒന്നും എടുത്തു തരണ്ട, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം കേട്ടോ. അത്രയും നല്ല സ്വഭാവമുള്ള നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ ഇവിടുന്ന് ആട്ടി ഓടിക്കുന്ന വല്യപ്പച്ചനും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ചായ വല്യപ്പച്ചനും അതുപോലെ തന്നെ പൗലോസ് ചേട്ടനൊക്കെ അവൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവളും കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചായ സൂപ്പർ ആയിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് ചേട്ടനോട് എങ്ങനെയുണ്ട് ചായ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വല്യപ്പച്ചൻ. ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഓ ആർക്ക് കുഴപ്പമില്ലാത്ത, ഞാൻ ചായയുടെ കാര്യമാണ് ചോദിച്ചതെന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. ആ അത് കുഴപ്പമില്ല, നല്ല ചായ തന്നെയാണ്, കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വല്യപ്പച്ചന് നമ്മൾ അലീനയെ പൊക്കി പറയണം പൗലോസ് ചേട്ടന്, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ പൗലോസ് ചേട്ടന് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അടുക്കളയിൽ വന്ന് ഈ അധികാരം കാണിച്ചതൊന്നും. അതുകൊണ്ട് തന്നെ ചായ രസമുണ്ടെന്ന് പറയാനും അയാൾക്കൊരു മടിയുണ്ട് കേട്ടോ. എന്തായാലും വല്യപ്പച്ചന് എന്തായാലും നമ്മൾ അലീനയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരിക്കലും ഇനി പറഞ്ഞേക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നീട് വല്യപ്പച്ചന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സ്റ്റാലിൻ, എങ്ങനെയുണ്ട് അലീന, അവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ആട്ടി ഓടിക്കേണ്ടതെന്ന്. ആട്ടി ഓടിക്കണം എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ച് അവൾക്ക് പറക്കാൻ ചിറകൊന്നും ഇല്ലല്ലോ എന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളെ ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പൊ സ്റ്റാലിന് മനസ്സിലായി. കാരണം അവളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവളെ ആരും വിട്ടുകൊടുക്കത്തില്ല എന്ന് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവർ കുറച്ചു നേരം സംസാരിക്കട്ടെ എന്ന് സ്റ്റാലിൻ വിചാരിച്ചതും. നീ വെറുതെ അല്ലടാ അവളെ പാലാഴിയിൽ പോയി കണ്ടിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അവളെ ചിന്നമ്മയുടെ അതേ ചായം തന്നെ, അതേ ചിരി, അതേ നോട്ടം, ആ ഒരു സംസാരം പോലും അവളുടേതുപോലെ ഉണ്ട്. എനിക്കിപ്പോ അവൾ നേരിട്ട് വന്നതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വെറുതെ അല്ല, നീ ഈ ചായം കണ്ടിട്ട് തന്നെയല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അവള് നിന്റെ മോള് തന്നെ ഇടാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും അവളെ കുറച്ചും കൂടി സ്നേഹം കൊണ്ട് പ്രകടിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പച്ചൻ ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി വന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ലടാ, അവള് നമ്മളെ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അലീനയെ പൊക്കി പറയുന്നുണ്ട്. പിന്നീട് അലീനയുടെ അടുത്തും പോയിട്ട് പറയുന്നുണ്ട് കേട്ടോ, നീ ചിന്നമ്മയുടെ അതേപോലെ ഉണ്ട്, അതേ ചായ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അവളും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ എന്നെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞേക്കാത്തത്, എന്നെ ആട്ടി ഓടിക്കാൻ വേണ്ടി വന്ന ആളല്ലേ, ഞാൻ ഇപ്പൊ പോണോ അതോ നാളെ പോയാൽ മതിയോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞയക്കാൻ വേണ്ടി വന്ന വല്യപ്പച്ചന് നമ്മളെ സ്റ്റാലിനേക്കാൾ കൂടുതൽ അവളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും അലീനയ്ക്ക് ആ വീട്ടിൽ സ്വർഗം തന്നെയായിരിക്കും. കാരണം അവളെ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങി. ഇനി എൽസമ്മയും മക്കളും കൂടി ഇത് അറിഞ്ഞ് അവളെ അംഗീകരിച്ചാൽ മാത്രം മതി. ആ ഒരു കാര്യത്തിൽ ഇനി എന്തൊക്കെയാണ് ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും അവള് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലുള്ള അംഗീകാരങ്ങൾ അവൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഇനി കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.